ദേവുനും ദിയയ്ക്കും ആദിക്കും കൂടെ ഒരു അനിയൻ ഉണ്ടായിരിക്കുകയാണ്. മുദ്രച്ചോ യെസ്. അപ്പം ഇന്നാണ് നമ്മുടെ ആ ദിവസം ഗൈസ്. നമ്മുടെ മാമീന്റെ ഡെലിവറി ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്നലെയാണ് മാമീനെ അഡ്മിറ്റ് ആക്കിയത്. ഇന്നലെ ചെക്കപ്പിന് പോയതാണ്. അപ്പം ചെക്കപ്പിന് പോയപ്പം അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അവർ, ഡോക്ടർ പറഞ്ഞു. അപ്പം അവർ ഇന്നലെ അഡ്മിറ്റായി. ഇന്നാണ് ഡെലിവറി. യെസ്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും ഹാപ്പിയിലാണ്. ഞങ്ങൾ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുഞ്ഞാവുണ്ടായാൽ മതിയായിരുന്നു. അതെ. ഇപ്പം ലേബർ റൂമിലേക്ക് കയറ്റാണെന്നാണ് പറഞ്ഞത്. കയറ്റാൻ തുടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ കുഞ്ഞാവ, നമ്മളെ കുഞ്ഞാവ, നമ്മുടെ കുഞ്ഞാവ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഇറങ്ങി. അപ്പം ഞങ്ങൾ നേരെ ഇനി പോവാണ്. അർജുമാമനെ പിക്ക് ചെയ്യാണ്ട്. അർജുമാമൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് പ്രസവിച്ചാൽ മതിയെന്നില്ല. എത്തി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടിപ്പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. അപ്പം പണി ഇപ്പൊ തീർന്നു. ഇപ്പൊ നല്ല അടിപൊളി ആക്കി. അതെ, ഭയങ്കര വീതിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ സ്കൂൾ ബസ്സിൽ ഇത് കൂടെ ആയിരുന്നു വന്നത്. അപ്പൊ എല്ലാരും കൈയടിച്ച് വേഗത്തല്ലേ വീട്ടില്. മറ്റേത് എത്രങ്ങാനും വളഞ്ഞു ചുറ്റണം. ഇരിക്കുന്നതാണ് കിരണിന്റെ ഏട്ടൻ. കിരണ് ഓടിക്കോ. ഈ ഡോക്ടർ കൊണ്ട് പോയിട്ടല്ലോ. അങ്ങനെ ദേവുനും ദിയയ്ക്കും ആദിക്കും കൂടെ ഒരു അനിയൻ ഉണ്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കിരണിന്റെ ഏട്ടനോട് കൊണ്ടുവന്നതാണ്. ഇപ്പം തിരിച്ചു കൊടുക്കണം നമ്മൾ. അപ്പം തിരിച്ചു കൊടുത്തു. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തരുന്നുണ്ടാവുള്ളൂ അല്ലേ പാലൊക്കെ. അതെ, മാമി ഇനി ഇറങ്ങാൻ കുറച്ച് താമസം ഉണ്ടാവും. സിസേറിയനായിരുന്നു. വീട്ടിലോ? വീട്ടില് യാദു
ഏത് നമ്മുടെ കുടുംബത്തിലല്ലോ. കുഞ്ഞാവേനെ വീണ്ടും പുറത്തൊക്കെ തന്നിട്ടുണ്ട്. പാലൊക്കെ കൊടുത്തു. 2 മണിക്കൂർ കഴിയുമ്പോൾ അകത്തോട്ട് കൊടുത്താൽ അവർ നമ്മളൊക്കെ ഉണ്ടാവും. 2 മണിക്കൂർ 2 മണിക്കൂർ കഴിച്ചിട്ട് കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, അമ്മ കുഞ്ഞാവേനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വരും, അപ്പോൾ കൊടുത്താൽ മതി. മാമീനെ എപ്പോഴും ഇറക്കൂല, മാമീനെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ. ഒബ്സർവേഷനിലാണ്. കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നു ഗൈസ്. ആരം മുഖച്ചായ മൂത്രമൊഴിച്ചോ? അതാ ഞാൻ ചോദിച്ചു കരയണേന്റെ ഒപ്പം അഭിമാമം മറ്റേ വിസിലടിച്ചു കൊടുക്കണം. നമ്മള് റൂമിക്ക് വന്നു ഗൈസ്. പോവാണ്. നോട്ടെ ഈ ഒരു സൗണ്ട് കരയുമ്പോ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ആ സാധനം വാങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ എടുക്കാൻ കുറച്ച് കംഫോർട്ടിന് വേണ്ടിയിട്ട് ലാപ്പ് കൊടുക്കാം. വെജിറ്റേറിയൻസ് ഞങ്ങൾ പുഴത്ത് പോയി കഴിച്ചോളാം. ഫ്രണ്ട്സ്, ചോറുണ്ണാൻ പോവാണ്. സാമ്പാറും പയറ് തോരനും പിന്നെ വേറെന്താ മീൻ വറുത്തത്, മുട്ട മീൻ വറുത്തത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുഞ്ഞാവേനെ തിരിച്ച് നേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാണ്. പാൽ കൊടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അമ്മയും പപ്പയും അർജുമാമനും കഴിച്ചിട്ടില്ല. അർജുമാമൻ താഴെയാണ്, മാമ ഇപ്പോഴും ഒബ്സർവേഷനിലാണ് ഗൈസ്. നമ്മളെല്ലാവരും താഴത്തേക്ക് പോവാണ്. അവർ ഫുഡ് കഴിക്കാനും പോവാണ്. ഞാൻ അവിടെ നിന്ന് കഴിച്ചു ഗൈസ്. ഇവർ പുറത്തുനിന്നാണ് കഴിക്കണത്, എനിക്കറിയില്ലായിരുന്നു. ഫ്രണ്ട്സ്, മാമീനെ ലേബർ റൂമിൽ നിന്ന് ഇറക്കി.